ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഈ ഡ്രഗ് പാർട്ടിയിൽ എന്താ പങ്കെടുത്തിട്ടുണ്ടോ? ഇത്ര പെട്ടെന്ന് വാർത്ത മുക്കിയാൽ അങ്ങനെയല്ലേ വിചാരിക്കാൻ സാധിക്കൂ. ഈ മാധ്യമങ്ങളുടെ ഹിഡൻ അജണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസ് കണ്ടാൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ഇതിനെ ഞങ്ങൾ ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് പറയും. ഈ OPM എന്നത് OPM എന്ന് പ്രത്യേകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല. നല്ല ഒന്നാന്തരം ഡ്രഗ് അല്ലേ? അറിയാതെ പോലും ഒരു തുള്ളി മദ്യം അകത്തുപോയ ഒരാൾ വാഹനം ഓടിക്കാനോ അതുവഴി അപകടമുണ്ടാക്കാനോ പാടില്ല എന്ന് കരുതലുള്ള പോലീസുകാരും സർക്കാരും എന്തുകൊണ്ട് റീമ കലിങ്കലിൻ്റെ വീട്ടിൽ ഡ്രഗ് പാർട്ടി നടക്കുന്നു എന്നൊരാരോപണമുണ്ടായിട്ട് ശബ്ദിക്കുന്നില്ല? ഗായിക സുചിത്ര റീമ കലിങ്കലിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. നിസ്സാര ആരോപണമല്ല, നമ്മുടെ നാടിനെ തന്നെ വിപത്തിലേക്ക് നയിക്കുന്ന മയക്കുമരുന്നിനെ പറ്റിയാണ് അവർ പറഞ്ഞത്. അതും വലിയ ഡ്രഗ് പാർട്ടികൾ നടക്കുന്നു എന്നാണ് അവർ ആരോപിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞതെന്താ? പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, ഈ മയക്കുമരുന്ന് കൊടുത്തതിന് ശേഷം അവരെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. കൂടാതെ അവരുടെ സഹപ്രവർത്തകരായ പല ഗായകരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതായത് അവരുടെ പാർട്ടിയിൽ പോയാൽ ഒരു ചോക്ലേറ്റ് കഷ്ണം പോലും കഴിക്കാൻ അവർക്ക് ഭയമാണെന്നാണ് പറയുന്നത്. ഈ വാർത്ത വന്ന ഉടനെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുക്കുന്നു. ഈ പവർ ഗ്രൂപ്പ് കണ്ണുരുട്ടുന്നു. മാധ്യമങ്ങളെല്ലാം പേടിച്ച് ഉടൻ തന്നെ ഈ വാർത്ത മുക്കുന്നു. എന്താണ് ഇതിൻ്റെ പുറകിലെ ഗുട്ടൻസ്? ഈ മാധ്യമങ്ങൾ വരെ ഇവരെ ഭയക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ഇവരുടെ ഒരു ബലം? മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയം എന്തിന് എന്നൊരു ചൊല്ലുണ്ട്. അതേസമയം മടിയിൽ കനമുള്ളവനാണെങ്കിൽ ഉറപ്പായും ഭയക്കണം. ഈ മാധ്യമങ്ങളുടെ മടിയിൽ കനമുണ്ടെങ്കിൽ ഈ കനം വെച്ച് കൊടുത്തത് ആരാ? ആഷിഖ് അബുവും റീമ കലിങ്കലുമാണോ? ഇവരുടെ വീട്ടിൽ നടക്കുന്ന ഈ ഡ്രഗ് പാർട്ടിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ വാർത്ത പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഈ ഡ്രഗ് പാർട്ടിയിൽ എന്താ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? ഇത്ര പെട്ടെന്ന് വാർത്ത മുക്കിയാൽ അങ്ങനെയല്ലേ വിചാരിക്കാൻ സാധിക്കൂ. ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ഒരു പരാതി കൊടുക്കും മുന്നേ വിവാദമാക്കുന്നതാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇവരുടെ നിലപാട് തികച്ചും വ്യത്യസ്തമായിരുന്നു. മുൻ വിഷയങ്ങളിൽ പരാതിക്കാരുടെ ബൈറ്റ് എടുക്കാൻ ഓടിയ ഇവർ ഈ വിഷയം വന്നപ്പോൾ പരാതിക്കാരിയുടെ ബൈറ്റ് എടുക്കാൻ ഓടിയില്ല. എന്തുകൊണ്ട്? എന്നാലോ റീമ കലിങ്കലിന് പറയാനുള്ളത് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രോഗ്രാം തന്നെ ചെയ്തിരിക്കുന്നു. ആര്? നമ്മളുടെ ഏഷ്യാനെറ്റ് ന്യൂസേ. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ അവതാരിക ആരാണെന്നോ? അതല്ലേ ബഹുരസം സിന്ധു സൂര്യകുമാർ. പണ്ടൊരു പോക്സോ കേസിൽ അകത്ത് പോകേണ്ടിയിരുന്ന വ്യക്തിത്വമാണിവർ. സംഭവം എന്താണെന്നോ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ അഭിമുഖം ചിത്രീകരിച്ചു. അപ്പോൾ വ്യാജ അഭിമുഖം ചിത്രീകരിക്കുക, അപ്പോൾ ഇത് സ്ഥിരമാണല്ലേ. പറ്റിയാൽ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി ഈ അഭിമുഖം ഒന്ന് കണ്ടു നോക്കുക. ഈ സിന്ധു സൂര്യകുമാർ എത്രയോ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നതെന്നറിയാമോ? എന്തൊരു വിനയം! ആഹാ! ഞാനോർത്ത് റീമയെ ചക്കര പൊന്നിൻ്റെ പ്രശ്നം എന്താണ്, ആൻറ്റി പരിഹാരം ഉണ്ടാക്കി തരാമേ എന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് വിടുമെന്ന് ഓർത്ത്. അത്രയ്ക്ക് വിനയം. ഇനി ചിലർ ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട്. അത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അതായത് ഈ ആരോപണ വിധേയരായിട്ടുള്ള സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ ഈ ചാനലിൽ വന്നിരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ വരാത്തത് എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ അവർ വന്നിരിക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു സമീപനമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അവരെ വലിച്ചു കീറി ഒട്ടിക്കുകയില്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യാതൊരു ആരോപണത്തിലുമില്ലാത്ത മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംഭവിച്ചത്. എന്തായിരുന്നു അവരുടെ അസഹിഷ്ണുത? ഈ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വെറുതെ വിട്ടോ? അതിനുശേഷവും അദ്ദേഹം ഇങ്ങനെ പറയണമായിരുന്നു, അങ്ങനെ പറയണമായിരുന്നു എന്ന് പറഞ്ഞ് എത്രയോ പ്രോഗ്രാമുകളും കാര്യങ്ങളുമാണ് ഈ മാധ്യമങ്ങൾ പുറകെ അടിച്ചു വിട്ടത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. അതായത് ഒരു ആരോപണ വിധേയയായിട്ടുള്ള റീമ കലിങ്കലിനെ ചക്കരപ്പൊന്നെ മുത്തേന്ന് പറഞ്ഞ് വിളിച്ചിരുത്തുക, ഒരു ആരോപണത്തിലും പെടാത്ത മോഹൻലാലിനെ വലിച്ചു കീറി ഒട്ടിക്കുക. ഇതെവിടുത്തെ ന്യായം? എല്ലായിടത്തും ഇരട്ടത്താപ്പ്. ഇതിനെ ഞങ്ങൾ ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് പറയും. ഈ മാധ്യമങ്ങളുടെ ഹിഡൻ അജണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസ് കണ്ടാൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. രേവതിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നു, വാർത്ത മുങ്ങുന്നു. പൃഥ്വിരാജിൻ്റെ ബ്രോഡാഡി ലൊക്കേഷനിൽ വെച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ചു എന്ന പരാതി വരുന്നു. മാധ്യമങ്ങൾക്കൊരു ചർച്ചയും വേണ്ട, ഒരു കോപ്പും വേണ്ട. വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന പൃഥ്വിരാജിന് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. റീമ കലിങ്കലിൻ്റെ വീട്ടിൽ ഡ്രഗ് പാർട്ടി നടക്കുന്നു എന്നൊരു ആരോപണം ഉയരുന്നു, വാർത്ത വരുന്നു, മുക്കുന്നു. ഇനി പറ, ആരാണ് ഈ പവർ ഗ്രൂപ്പ്?
ഇനി രസകരമായ മറ്റൊരു കാര്യം പറയാം. ആഷിഖ് അബുവിന്, അതായത് നമ്മുടെ റീമ കലിംഗലിൻ്റെ ഭർത്താവിന് ഒരു സിനിമാ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേരാണ് ഒറിജിനൽ പിക്സൽസ് ഇൻ മോഷൻ. ഇതിനെ ചുരുക്കപ്പേരിലാണ് അവർ പറയുന്നത്. അതാണ് OPM. ഇതാണ് OPM കമ്പനിയുടെ ലോഗോ. കണ്ടാൽ നമ്മളുടെ പഴയ ഡോകോമോ കമ്പനിയുടെ ലോഗോ പോലെയൊക്കെ തോന്നും. അതല്ല ഇവിടുത്തെ വിഷയം. ഈ OPM എന്നത് OPM എന്ന് പ്രത്യേകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല. അതേസമയം നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് OPM എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ. നല്ല ഒന്നാന്തരം ഡ്രഗ് അല്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കറുപ്പ്. ഇത് വെറും യാദൃച്ഛികം മാത്രമായിരിക്കും അല്ലേ? ആഷിഖ് അബു മനഃപൂർവ്വം ഇങ്ങനെ ഒരു പേരിടുമോ? ഏയ്.